ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. എന്തോ ചെയ്യാനാണെന്ന് പറ. ബാക്കിയുള്ള ഒരു PSC കോച്ചിങ് സെന്റർ തുടങ്ങിയിട്ടിട്ട് ഇവിടെ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് പേരും കിട്ടി, ജോലിയും കിട്ടി പോയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് ആകെ ചീത്തപ്പേരെന്ന് പറഞ്ഞാൽ 2 സമയത്ത് വരെയില്ല, പഠിക്കുകയില്ല. 5-6 വർഷമായി, ഏജ് ഓവറായി. ഇന്നെങ്കിലും സമയത്ത് വരുമെന്ന് വെച്ചാൽ ഇന്നും വന്നിട്ടില്ല. ഇതൊക്കെ വേണമെങ്കിൽ കയറി വരട്ടെ. വാ 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 വാ. ഒരു സംശയം ചോദിച്ചോട്ടാ. ഈ PSC ക്ലാസ് അല്ലാതെ നീ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നുണ്ടോ? എങ്ങനെ മനസ്സിലായി? നിന്റെ ഫസ്റ്റ് സംഭവത്തിൽ തന്നെ ഞാൻ പിടിച്ചു. പിന്നെ എടാ ഞാനൊരു കാര്യം പറയാം. സമയം എത്രയായി? സമയം വാച്ച് സാറിന്റെ കയ്യിലുണ്ടല്ലോ. 10:30 മണിയായി. ഇത് എത്ര മണിക്ക് തുറക്കുന്നത്? 9:30. 9 മണിക്ക്. 1.5 മണിക്കൂർ താമസിച്ച്. എടാ ജീവിതത്തിൽ PSC ക്ലാസ്സിന് വരുമ്പോ പഞ്ച്വാലിറ്റി വേണം, മനസ്സിലായി? അതുപോലെ ടെസ്റ്റിന് പോകുമ്പോഴും നമ്മുടെ കൂടെ പഞ്ച്വാലിറ്റി ഉണ്ടാവണം. അത് പിന്നെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? എന്ത് അവര് ജോലിക്ക് പോയിരിക്കല്ലേ? ആര്? പഞ്ച്വാലിറ്റി അല്ലടാ, പഞ്ച്വാലിറ്റി. കൃത്യനിഷ്ഠ പാലിക്കണമെന്ന്. കൃത്യനിഷ്ഠ. ജീവിതത്തില് ഈ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ വരരുത് ഇങ്ങോട്ട്. സാറേ എനിക്ക് വാശി ഉണ്ട് സാറേ. എനിക്ക് വാശി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ PSC കോച്ചിങ് സെന്ററിൽ വന്നറിയാവോ. എനിക്ക് സർക്കാർ ജോലി എങ്ങനെയും വായിക്കണം. എന്തിന്? സംഭവം വേറെ ഒന്നുമല്ല സാറേ. ഞാൻ മേശിരി പണിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കൺട്രാക്ട് എന്നെ അടുത്ത് എന്നും വഴക്ക് പറയും. നീ പറ്റത്തില്ലെങ്കിൽ വേറെ പോടാ, നീ എന്തിനാണ് ഇവിടെ കിടന്ന് കറങ്ങണ, നിനക്ക് ആവശ്യത്തിന് ചെറിയ വിദ്യാഭ്യാസം ഒക്കെ ഇല്ലടാ എന്ന് പറയും. അപ്പൊ ഞാൻ വിചാരിച്ച് എങ്ങനെയെങ്കിലും സർക്കാർ ജോലി മേടിക്കണം. എനിക്ക് വീട് വെക്കുമ്പോഴത്തേക്ക് ആ കൺട്രാക്ടിന് ആ വീട്ടിന്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി എനിക്ക് 2 പറയണം സാറേ. എടാ അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യം ലിസ്റ്റില് പേര് വരണം. ഉണ്ട്, ലിസ്റ്റിൽ പേരുണ്ട്. ഏത് ലിസ്റ്റില്? ഗുണ്ടാ ലിസ്റ്റില്. ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള ആരെങ്കിലും PSC വഴി ജോലി കിട്ടൂടാ? ഉണ്ട്. അത് ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള PSC വഴി ജോലി കിട്ടൂല. അതൊന്നും കുഴപ്പമില്ല, എന്റെ മാമ എല്ലാം ഒതുക്കി തീർത്തോളും. മാമ അത്ര സെറ്റപ്പ്. പിന്നെ മാമൻ ഭയങ്കര സംഭവമില്ലേ? മാമ എവിടെ ഇപ്പൊ? മാമൻ എന്ന് പറഞ്ഞ മാമ ജയിലില്. ജയിലില്ല? എന്തിന്? മാമ വീടിന്റെ അപ്പുറത്തുള്ള ജലജേച്ചി ഒതുക്കാൻ നോക്കി, അങ്ങനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇട്ട് ഇപ്പൊ ഏതോ ഒരു സെല്ലിന്റെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കുകയാണ്. എടാ ഇന്നത്തെ കാലത്ത് ഈ PSC വഴി ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ. പക്ഷെ കിട്ടിയ കളയ എളുപ്പം. അതെങ്ങനെ സാറേ? എടാ നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കും, നമ്മൾ മനസാക്ഷിയുടെ പുറത്ത് സങ്കടം കൊണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും. അപ്പൊ അർഹതയില്ലാതെ ഈ സർക്കാർ ജോലി ഇരിക്കുന്ന ചിലരുണ്ടല്ലോ, അവര് അതിന്റെ താഴെ വന്ന് ഒരുമാതിരി ഓഞ്ഞ കമന്റ് അങ്ങ് ഇടും. ആ ജോലി അങ്ങ് പോകും. അതുകൊണ്ടാ പറയുന്നത് കിട്ടാൻ പാടാ, കളയാൻ ഭയങ്കര എളുപ്പമാണെന്ന്. അതെ, കിട്ടിയ ഒരെണ്ണം പറ്റിച്ചു കൊടുക്കാൻ വേണമല്ലേ സാറേ? അതൊക്കെ പിന്നെ കൊടുക്കുക. അതൊക്കെ അവിടെ നീ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പഠിക്കാൻ. ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ വേറെ മറ്റേ ഞാൻ ശ്രദ്ധിച്ചില്ല. അറിയാലോ സാറേ, എനിക്ക് പഠിത്തം ജീവിതം അത് മാത്രമേ എനിക്ക് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ സാർ. എവിടെ പോണ്? അയ്യോ ക്ലാസ് കഴിഞ്ഞു പോയി. എങ്ങോട്ട് പോണത്? സുജേ, എന്ത് സുജേ താമസിച്ചത്? അത് വിട്ടേര് സാറേ. എങ്ങനെ വിടും? 9 മണിക്ക് ഇവിടെ ക്ലാസ് തുടങ്ങേണ്ടല്ലേ? 10:30 മണിയായി. സുജയ എന്ത് താമസിച്ചത്? വേണ്ട സാർ, സാർ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. വീട്ടിൽ നിന്ന് പഠിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി 10:30 മണിയായിട്ട് ഇവിടെ എത്തിയില്ല. ഇതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ലേ? സാറേ ഞാൻ എന്നും വീട്ടിൽ നിന്ന് ബസ്സിനാണല്ലോ വരുന്നത്. ബസ്സിന് വരുമ്പോ ആ ബസ്സിലെ കണ്ടക്ടർ എന്നോട് വേണ്ട സാറേ കാര്യം പറ സുജയ. ആ കണ്ടക്ടറിന്റെ മുഖത്ത് നോക്കി ചോദിക്കുവാ ടിക്കറ്റ് എടുക്കാൻ. പിന്നെ ബസ്സിൽ ടിക്കറ്റ് എടുക്കണ്ടേ? എന്റെ പട്ടി എടുക്കും. ഞാൻ ചുമ്മാ ഫ്രീലാൻസ് ആയിട്ട് എപ്പോഴും വന്നോണ്ടിരുന്നു. ഒറ്റടി സുജയ, നിങ്ങൾക്ക് വന്നിട്ട് കളിച്ചിട്ട് പോകാനുള്ള സ്ഥലമല്ല ഇത്. ഇവിടുന്ന് ഒരുപാട് പേര് ജോലി കിട്ടി പോയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുമാണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഇത് സത്രമല്ല. ഇത് പത്രമല്ല, ഇത് പഠിക്കുന്ന ബുക്കാണ്. ബുക്കിന്റെ കാര്യമല്ല പറയും, സത്രമല്ല. ചുമ്മാ കയറി ഇറങ്ങിട്ട് പോയി വന്നാ പഠിക്കണം. അത് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ വരാൻ നിൽക്കരുത്. മനസ്സിലായ? സാറേ അത് പെൺകുട്ടിയല്ലേ? പെൺകുട്ടി അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് ഏതൊരു എത്തുന്നറിയോ? നമുക്ക് 2 പേർക്കും ജോലി കിട്ടൂല. എടീ എന്റെ ഒരു അപ്പോഴത്തെ ഒരു വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അത് ഞാൻ സംസാരിക്കും. ഒരു കാര്യം ഞാൻ പറയാം. സുജയ്ക്ക് വിഷമൊന്നും തോന്നരുത്. ഇല്ല, സാരി ഉടുത്തോണ്ട് വന്ന് എന്തെങ്കിലും കോനാമ്പിച്ച് കാണിച്ചാൽ കയറി പോകുന്ന ഒരു ധാരണ പലർക്കും ഉണ്ട്. അത് തെറ്റാണ്. അതുകൊണ്ട് സുജ ആദ്യം മനസ്സിലാക്കാനുള്ളത്, വന്നിരുന്ന് അന്തസ്സായിട്ട് പഠിച്ച് ലിസ്റ്റിൽ പേര് കിട്ടി ഒരു ജോലി വാങ്ങിക്കണം. ഞാൻ മേടിക്കും സാറേ. ഞാൻ ലിസ്റ്റിൽ പേര് വന്ന് ജോലി കിട്ടട്ടെ. ഞാൻ കല്യാണം അതിന്റെ ശപഥമാണത്. അതാണ് ജോലി കിട്ടിയതിന് ശേഷം കല്യാണം കഴിക്കുന്നുള്ള സുജയുടെ ശപഥം എനിക്ക് അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇരി സാറേ, എനിക്കൊരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു കൂട്ടുകാരനെ ഒരാഗ്രഹം സാറേ. എന്ത്? സുമേഷിനെ ഇവിടെ PPC പൈപ്പ്
ഇത് വെൽഡിംഗ് പ്ലംബിംഗ് എല്ലാം നടക്കുന്നുണ്ട്. നമ്മൾ പഠിക്കാൻ വരുന്ന PSC അല്ലടാ, PSC പബ്ലിക് സർവീസ് കമ്മീഷൻ. അങ്ങനെ പഠിക്കാൻ വരണം അവന് ആഗ്രഹം. അവൻ വരട്ടെ അവൻ വരണം. അവനെ ഞാൻ പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കാം. സുജ ഇനി ടെസ്റ്റ് ഒന്നും എഴുതണ്ട. അതന്നെ, അപ്പൊ എനിക്ക് ജോലി വേണ്ടേ? ജോലി ഞാൻ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇത് അവിടെ കൊണ്ട് കാണിച്ചാൽ ജോലി. ഈ കമ്പനി കൊണ്ട് കാണിച്ചാൽ മതി ജോലി കിട്ടും. നീയൊക്കെ ഇവിടെ വന്ന് മെനക്കെടുന്നതിനെ കാട്ടി അവിടെ പോ. അവിടെ എവിടെയെങ്കിലും ഒരു 10 ദിവസം ജോലി സാറേ, എനിക്ക് പഠിച്ചൊരു ജോലി മേടിക്കണം സാറ്. ഇരി ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എല്ലാരും വന്നാ ക്ലാസ് ഒക്കെ തുടങ്ങാം. പിന്നെ ഒരുപാട് ജോലി ഇപ്പം സർക്കാർ കൊടുക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ കൂടെ കേൾക്കാനാണ് പറയുന്നത്. ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. KSRTC വിളിക്കുന്നുണ്ട്. ആരും കേറണില്ല, വിളിച്ചു കേട്ടെ. അങ്ങനെയല്ല പറഞ്ഞത്, KSRTCയിലേക്ക് ആളെ എടുക്കുന്നുണ്ട്. അങ്ങനെ പറ. എന്റെ ഭഗവാനെ, KSRTCയിലെങ്കിലും എനിക്ക് കണ്ടക്ടറായിട്ട് ജോലി കിട്ടണേ. എവിടെ പോണ്? KSRTCയിലെങ്കിലും എനിക്ക് ജോലി കിട്ടണേന്ന്. ശരി സാറേ, ഞാൻ പോയിട്ട് ഓടി വരാം. എവിടെ പോണ്? KSRTC വിളിക്കുന്നു. ഇത് പോണ പോക്കേ ബസ്സിൽ കയറാൻ പോവല്ലേ, സ്റ്റാൻഡിൽ നിൽക്കാൻ പോകാൻ പോലെയാണല്ലേ പോണത്. വന്നില്ല KSRTCയിൽ നല്ല രീതിക്ക് ടെസ്റ്റുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി പറ്റാം. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ, ഈ KSRTCയിൽ എനിക്ക് കണ്ടക്ടറായിട്ട് ജോലി കിട്ടിയെന്ന് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോ എനിക്കൊരു പൂക്കച്ചള വരത്തില്ല, ഞാൻ എന്ത് ചെയ്യും? ഈ കോച്ചിങ് സെന്ററിന്റെ പ്രത്യേകത എന്താണ്? എന്തുവാ? നമ്മൾ പഠിപ്പിച്ച് വിടുന്ന വിദ്യാർത്ഥി ഏത് തസ്തികയിലാണോ ജോലി ചെയ്യുന്നത് ആ തസ്തികയിലേക്കുള്ള ട്രെയിനിങ് ഇവിടുന്നല്ലേ കൊടുത്തു വിടുന്നത്. മറ്റേ പ്രാക്ടിക്കുണ്ടോ? എല്ലാം ഉണ്ട്. അയ്യോ, കൊച്ചിനിപ്പോ എന്താ സംശയം? എനിക്ക് സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുന്ന ബസ്സാണല്ലോ, അപ്പൊ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ബാലൻസ് കിട്ടത്തില്ലല്ലോ. ഓടുന്ന ബസ്സിൽ എങ്ങനെ ടിക്കറ്റ് കയറി കൊടുക്കും ഞങ്ങള്? സാർ, അത് ഉള്ളതാണ് കേട്ടാ. സംഭവം ആണുങ്ങൾക്ക് എങ്ങനെ ഓടി ഓടിക്കാൻ പറ്റും, പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കറക്റ്റാ. അത് അത്രേ ഉള്ളൂ. നീ ഇവിടെ ഒന്നില്ല. ഇതാരാ സാറേ? ഇതാണ് ബസിന്റെ നടുക്കുള്ള വലിയ കമ്പി. കൊച്ചിങ്ങോട്ട് വാ. തിരിഞ്ഞാ ചാരിയില്ല അങ്ങോട്ട്. കമ്പിയെ ചാരി ടിക്കറ്റ് കയറാൻ പറ്റില്ല. അപ്പടി ഞാൻ യാത്രക്കാരായി നിർത്തിയിട്ടേക്കണ ബസ്സല്ലത്, ഓടുന്ന ബസ്സാണ്. കുലിഞ്ഞൊക്കെ നില്ലും. ഇയാൾ ആവശ്യമില്ലാതെ എല്ലാ കട്ടറയിലും കൊണ്ടിടുന്നുണ്ട്. നാട്ടിലെ റോഡല്ലേ ചെറുതപ്പോ കുലിഞ്ഞ എന്നൊക്കെ ഇരിക്കും. എവിടെയാ ടിക്കറ്റ് ഇതാ, എനിക്കൊരു കാക്കനാട്. അതാണ് ഞാൻ ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. KSRTCയിൽ ടെസ്റ്റ് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ലാഭമാണ്. അപ്പൊ പഠിക്കണം, നല്ല രീതിക്ക് പഠിച്ച് ജോലി വാങ്ങിക്കുന്ന കല്യാണമൊക്കെ കഴിക്കണം. സാറേ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കുറെ നേരമായിട്ട് കമ്പി അടിക്കണം. ഞാനാണ് സഹായിച്ചത്. ഞാനാണ് അവിടെ ചാരിയുന്നത്. ആദ്യത്തെ ശമ്പളത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യണം. നീ ഇവിടെ വന്നിട്ട് തർക്കിക്കാനല്ല പറഞ്ഞത്. പിന്നെ പോലീസ് വിളിക്കുന്നുണ്ട്. പോലീസ് വിളിക്കണമെങ്കിൽ പറ്റിയല്ലോ ആയിരിക്കും കൊണ്ടുവന്നാടാ, ഇല്ലെങ്കിൽ സമൻസ് ആവും, നിങ്ങൾക്ക് വാറണ്ടാവും. അതല്ല പറഞ്ഞത്, പോലീസിലേക്ക് ആളെ എടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പോലീസ് ആവാൻ. സാറാ, പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ബിവറേജ് വരെ ഒന്ന് പോയിട്ടോട്ടാ. എന്തായാലും ചിലപ്പോൾ എനിക്ക് ബിവറേജ് ജോലി കിട്ടും. അപ്പൊ കുപ്പി എടുക്കുന്നത് എങ്ങനെയാണെന്നും ബില്ല് എടുക്കുന്നത് എങ്ങനെയാണെന്നും ഒന്ന് കണ്ടുപിടിക്കാമല്ലോ. എന്നാലും ഫൈൻ എടുക്കാൻ പോകണം, നീ സമ്മതിക്കരുത്. ശരി, ക്ലാസ് തുടങ്ങാം. പിന്നെ ക്ലാസ് അങ്ങോട്ട് PSC. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യമാണ് ചോദിക്കുന്നത്. ഇതൊക്കെ എവിടെ പോയി കിടക്കണ എഴുതി വെച്ചിരുന്നേ. ഞാൻ വിചാരിച്ചു പെട്ടത്. ഓക്കെ, ഫസ്റ്റ് ചോദ്യമാണേ. ലോകാത്ഭുതങ്ങൾ എത്ര? ലോകാത്ഭുതങ്ങൾ എത്ര? 32. പല്ലിന്റെ എണ്ണം അല്ല ചോദിച്ചത്, പല്ലിന്റെ എണ്ണം ഇളിക്കാനല്ല പറഞ്ഞത്. എത്ര ലോകാത്ഭുതം ഉണ്ടെന്ന് പറ. അത് എത്ര എന്ന് പറയുമ്പോഴത്തേക്ക് അത് 7. അറിയാല്ല, പിന്നെ എന്തിനാ എന്റെ അടുത്തോട്ട് വരുന്നത്? 7. അതിൽ ഇന്ത്യയിലുള്ള ലോകാത്ഭുതമാണ് താജ്മഹൽ. എന്റെ പൊന്നെ, ഞാൻ വിദേശത്തെങ്ങും പോയിട്ടില്ലെന്ന്. അപ്പം ഈ താജ്മഹലിന്റെ പ്രത്യേകത അറിയാമോ? ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിഞ്ഞൊരു പ്രണയ സൂക്തമാണ് താജ്മഹൽ. സൂത്രമല്ല, സൂക്തമാണ് താജ്മഹൽ എന്ന്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഉണ്ടാക്കിയ ആരുടെയും പേര് ഒരു ചരിത്രങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അടങ്കല് പണി ഇത് യോമാർ ആരും ഉറച്ചു നിൽക്കൂല. ഒരാഴ്ച പണിക്കൊരു പിന്നെ വരൂല. അങ്ങനെ എന്തോ വന്നിരുന്നെങ്കിൽ എല്ലാ ദിവസവും വന്നിരുന്നെങ്കിൽ യോമാരെ പേര് അതിനകത്ത് വരൂല. അത് വരും. പാലുകാച്ചിന്റെ അന്ന് ഇവർക്ക് ഒരു മൂടി ഷർട്ടും കിട്ടും, 500 രൂപ കിട്ടുമായിരുന്നു. ഒറ്റ ഒരെണ്ണം ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഷാജഹാൻ, മുംതാസ്, താജ്മഹൽ, ആഗ്ര. അതിങ്ങനെ വരും, അത് ഓർത്ത് വെച്ചരാ കേട്ടാ. രണ്ടാമത്തെ ചോദ്യം നോട്ട് ചെയ്തോ. ഇതൊക്കെ വരും കേട്ടോ. ചരിഞ്ഞ ഗോപുരത്തിന്റെ പ്രത്യേകത എന്താണ്? അത് തൂക്കാട്ടിട്ട് കാണൂല, ചരിഞ്ഞു പോകും. അത് അതിന്റെ കുഴപ്പമാണ്. അത് ഇത് ഒന്നൊരു ഊടായിപ്പ് പണിയാണ്. പക്ഷെ ഇനി സമയമുണ്ട്, വേണമെങ്കിൽ അത് ശരിയാക്കാൻ നമ്മൾ ആളുണ്ട്. 1173 മണലും കളിമണ്ണും ഉള്ളത് കൊണ്ടാണ് അത് ചരിഞ്ഞു പോയത്. പണി കഴിപ്പിച്ച 1173 ഇതിനൊക്കെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ ഞാൻ ഉണ്ട്. അത് നല്ല ചോദ്യം. അടുത്തത്
ചാർമിനാർ. ചാർമിനാർ വലിക്കരുത് എന്റെ പൊന്നപ്പി. ചുമച്ച് എന്റെ ഊപ്പാട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ പനാമ. നമ്മളെ അച്ഛനൊക്കെ പനാമയുടെ ആളാണ്. എടാ ചാർമിനാർ എന്ന് പറഞ്ഞ ഇന്ത്യയിലുള്ള സംഭവമാണെന്ന്. അത് ഉണ്ടാക്കി വെച്ചത് 1591. അപ്പൊ ചാർമിനാർ 1591 എഴുത്. എനിക്ക് ദേഷ്യപ്പെടുത്തുണ്ട് കേട്ടാ. ഞാൻ ഇതെല്ലാം കൂടെ വലിച്ചു കയറി ഞാൻ അടുപ്പിച്ചിട്ട് പണിക്ക് പോകും. ഞാൻ ഒരു നേരം രണ്ടും കൂടെ തുടങ്ങിയിട്ട്. എന്തുവാ സാറേ ഇങ്ങനെയൊക്കെ? ഇന്നത്തെ കാര്യം പോട്ട്. ഇന്നലെ പഠിപ്പിച്ച വല്ല ഓർമ്മയുണ്ടോ? കുറച്ച്. എന്നാ നിന്റെ അടുത്ത് തന്നെ ആദ്യം ചോദിക്കാം. സിമ്പിൾ ചോദ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏത് വർഷം? സുജയ് ഇന്നലെ പഠിപ്പിച്ചല്ലേ സുജയ്? ഞാൻ പറയാം സാർ. എനക്കറിയാന്നറിയാം. നീ പറ. എന്റെ അമ്മേ സുജയ് എന്ത് സുജയ്? വീട്ടിൽ പോയി ബുക്ക് തുറന്നു നോക്ക് സുജയ്. സാറേ എത്ര? 1947. 1947 പഠിപ്പിച്ചെടുക്കും. കൊച്ചെ 1947 സ്വാതന്ത്ര്യം കിട്ടിയത് സാറിന് അറിയാമോ? അറിയാം. പിന്നെ സ്വാതന്ത്ര്യം നിന്ന് കരയുന്നത് കിട്ടണ്ടായിരുന്നു. നിന്നൊക്കെ പഠിപ്പിക്കേണ്ടി വന്നല്ലോ. എന്തൊരു കഷ്ടമാണെന്ന് പറ. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? വിടാൻ ഉദ്ദേശമില്ലല്ലേ? അല്ല നമുക്ക് കേരളത്തിൽ ഞാൻ പറയാം സാർ. നിനക്കറിയാലോ. നീ എവിടെ ഇരിക്കേ? വടക്കേ അറ്റം തൊട്ട് ഇവിടെ അറ്റം ഏതൊക്കെയോ അറ്റം കൂട്ടി 14. 14 അറിയാമല്ലോ. പിന്നെന്തിനാ? വീട്ടിൽ പോയി ബുക്ക് തുറന്നു നോക്ക്. കേരളത്തിന്റെ തലസ്ഥാനമെങ്കിലും എവിടെ എന്ന് പറ. ആലപ്പുഴ വണ്ടാനം. വണ്ടാനം ആശുപത്രി ഉണ്ടപ്പോ അമ്മയാണ് ഞാൻ ആലോചിച്ച. അന്നേ മറന്നുപോയി. ഞാൻ പറയാം സാർ. നിനക്കറിയാം. നീ എവിടെ ഇരി. തിരുവനന്തപുരം. ഇനി മറന്നുപോയി. ഇല്ല ഞാൻ എഴുതാം. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത്? അതെങ്കിലും ഒഴിവാക്കിക്കൂടെ എന്നിൽ നിന്ന്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയെങ്കിലും പറ. ഞാൻ പറയാം സാർ. പറയും. നേരം കൊണ്ട് അവൻ പറയില്ലേ. നീ പറ. മൂങ്ങ. നിന്റെ അമ്മമ്മേനെ തേങ്ങ. മൂങ്ങ. എടാ മലമുഴക്കി വേഴാമ്പൽ. ഇതൊന്നും അറിഞ്ഞുകൂടാതെ എനിക്ക് നിന്നെയൊക്കെ പഠിപ്പിച്ച മടുത്ത്. ബാക്കിയുള്ള ഇവിടെ കിടന്ന് നട്ടം തിരിയാണ്. നിനക്കൊക്കെ ബോധമുണ്ട്. എവിടെ ഒരു മിനിറ്റ് പറയണി. വീട്ടിൽ വന്നിട്ട് അടക്കിയിടാം. നീ സമാധാനപ്പെടും. ഇയാള് കാരണമാ ഒരെണ്ണം പോലും പഠിച്ചിട്ട് വരാതെ. പിന്നെ ഒരെണ്ണം പണിച്ച് ഇയാള് ഞാൻ പണയുന്നില്ല. പോ സുജാതെ. നീ എക്സാം സെന്റർ എവിടെയാണ് വെക്കണം? ഞാൻ തീരുമാനിച്ചില്ല. കണ്ണൂര് വൈ. കണ്ണൂര് വെച്ച് അങ്ങനെ എക്സാം എഴുതാൻ പോകും. കണ്ണൂര് വെക്കണമെന്നല്ല, കണ്ണൂരിൽ വെക്കാനാണ് പറഞ്ഞത്. നമുക്ക് എന്നിട്ട് ട്രെയിൻ വിളിച്ചു പോകുന്നു. അവിടെ ചെല്ലുന്നു, റൂം എടുക്കുന്നു, എന്തിന് പരീക്ഷ എഴുതുന്നു, അടിച്ചു പൊളിക്കുന്നു. എന്ത് പറയുന്നു? അതെ, നമ്മൾ കണ്ണൂര് നമ്മൾ എക്സാം എഴുതാൻ പോവും, അല്ലാതെ ഹണിമൂൺ ട്രിപ്പിന് പോവല്ല. അതെ, അത് തന്നെ. എന്തായാലും നീ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാൻ ഉദ്ദേശമുണ്ടോ? ഉദ്ദേശമുണ്ട്. ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുള്ളൂ. നമ്മൾ രണ്ടും ഒരുമിച്ച് പരീക്ഷ എഴുതുകയാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എന്തായാലും ചിലപ്പം ജോലി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോടി സുജാതെ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ഈ സ്ഥാപനത്തിന് ഇതുവരെ ഒരു ചീത്തപ്പേരില്ല. നീയൊക്കെ കൂടി ഈ വീട്ടിൽ പേപ്പർ കാണാനില്ലേ, എവിടെ എഴുതി വെച്ചാൽ ബാക്കി കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത് അല്ലേ സാർ? പിന്നെ ഞാൻ ഒന്ന് ഫോൺ ചെയ്യുമ്പോൾ ഇവിടെ എന്താ രണ്ടും കൂടെ? ഒന്നുമില്ല, ഞങ്ങൾ പഠിക്കുകയായിരുന്നു. PSC ഞങ്ങൾ പഠിച്ചു വെച്ചേക്ക്. എന്നാ പുതിയ ചോദ്യങ്ങൾ തരാം. പുതിയ നമുക്ക് യുദ്ധത്തെ പറ്റി സംസാരിക്കാം. സുജാതെ, 2ാം ലോക മഹായുദ്ധം നടന്ന വർഷം? 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. അല്ല പിന്നെ 2ാം ലോക മഹായുദ്ധം എടുത്ത് ആദ്യം അടിക്കാൻ പറ്റൂ? 1ാം ലോകം കഴിഞ്ഞാലേ 2ാം ലോകം ഉണ്ടാക്കാൻ പറ്റൂ. അതിന്റെ വർഷം പറ. വർഷം എന്ന് പറയുമ്പോ 1800 അത്ര മുതൽ 1800 ഇത്ര വരെ. എങ്ങനെ കറക്റ്റ് ആയിരിക്കും? 1800 ഇത്ര മുതൽ 1800 അത്ര വരെ. വന്നിരുന്നെഴുത് 1939 മുതൽ 1945 വരെയാണ് യുദ്ധം നടന്നത്. ആദ്യം പറഞ്ഞു തന്നെ ഞാൻ എഴുതിയല്ലോ. നീ പറ. 1ാം ലോക മഹായുദ്ധം നടന്ന വർഷം പറ. 1ാം ലോക മഹായുദ്ധം 1900 ഇത്ര മുതൽ. അവള് പറഞ്ഞ അത്രയില്ല, അതിന്റെ ഇടയ്ക്ക് വെച്ച് നിർത്തി. അതെന്ത് കാര്യം? അവര് ഒത്തീർപ്പായി. ഒറ്റ ഒരെണ്ണം എഴുതണം. 1914 മുതൽ 1918 വരെ. 14-18 ഇത് കൃത്യമായിട്ടും ചോദിക്കും. കൃത്യമായിട്ട് എഴുതണം. ജോലി കിട്ടണ്ടേ നിങ്ങൾക്ക്? വേണം. അടുത്തത് ഡേവിഡ് റിക്കാർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? യോ, എനിക്കറിയാം. ഞങ്ങളുടെ പള്ളിയിൽ റെക്കോർഡ് ഇടുന്ന അത് ഡേവിഡ്. അതല്ല, ഇത് ബാർട്ടർ സമ്പ്രദായം ഉണ്ടാക്കിയ ആളാണ് ഡേവിഡ് റിക്കാർഡ്. ബാർട്ടർ സമ്പ്രദായം എന്തെന്ന് അറിയാമോ? കാശില്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പൊ എന്റെ ഇരിക്കുന്ന ചക്ക ഞാൻ നിനക്ക് കൊണ്ട് തന്നിട്ട് നിന്റെ ഇരിക്കുന്ന ചേന ഞാൻ വാങ്ങിച്ചോണ്ടങ്ങ് പോകും. ഇതാണ് ബാർട്ടർ സമ്പ്രദായം. മനസ്സിലായ സംഭവം? എടീ, സംഭവം വേറൊന്നുമല്ല, കൊടുക്കൽ വാങ്ങൽ സംഭവം. ഞാൻ നിനക്കൊരു ഉമ്മായിരുന്നു, നീ ലിപ് ലോക്ക് ആയി തിരിച്ചു തരുന്നു. അവൻ സൈഡ് വാരെ കേറാൻ നോക്കോ? അവൻ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോ. ഞാനും പോണം.
മടുത്ത് നിന്നെയൊക്കെ പഠിപ്പിച്ച്. അതെന്ത് വർത്താനോ സാറേ പറ? സാർ അങ്ങനെ പോയാലും അങ്ങനെ ശരിയാകും? എന്താ പോയാലും? സാറാണ് ആദ്യം ഈ ട്യൂട്ടോറിയൽ വന്ന് ട്യൂഷൻ തുടങ്ങിയത്. അപ്പൊ സാറ് തന്നെ ഇതിന്റെ ക്ലൈമാക്സ് പറഞ്ഞിട്ട് പോയാൽ മതി. ഒരു കാര്യം ഞാൻ പറയാം, ഈ സ്കൂള് ട്യൂട്ടോറി PSC ക്ലാസ് ഇതിലൊക്കെ വിദ്യാർത്ഥികൾ വന്നും പോയി നിൽക്കും. അപ്പൊ അതിന് ക്ലൈമാക്സ് ഇല്ല, സെക്കൻഡ് പാർട്ടേ ഉള്ളൂ. പിന്നെന്തുവാ? അതായത് തുടരും, ഇത് വീണ്ടും തുടരും. അതെ, അത് കൊള്ളാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.